മരണമാറ്റം ഉണ്ടാവില്ല എന്നാണ് ഞാൻ जयो यमुना तीरावनचारी जयो कुंज बिहारी जयो यमुना तीरावनचारी जयो कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे हरे कृष्णा 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 हरे हरे राम 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 हरे जगन्नाथ बलदेव जय जगन्नाथ जगन्नाथ बलदेव जय भद्रमाई जय कृष्ण बाला जय कृष्ण बालाराम कृष्ण बालाराम जय कृष्ण बालाराम जय कृष्ण बालाराम जय कृष्ण बालाराम Nabalaram Jaya Nabalaram Jaya Gauramita Jaya Gauramita Gauramita Jaya Gauramita Jaya Gauramita Jaya Gauramita Gauramita Jaya Gauramita Jaya Jaya Prabhupada 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 Jaya Jaya Prabhupada Jaya Jaya Prabhupada 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 Jaya Jaya Prabhupada Jaya Jaya Guru 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 Jaya 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 Guru Jaya Guru Guru Jaya Jaya Guru हरिनाम संकीर्तन महायज्ञ की जय। श्रीमद् भागवत भगवद गीता पढ़ने की जय। श्रीला प्रभुपाद की जय। श्रील गुरुदेव की जय। गौर प्रेमानंदे हरि हरि बोल। ओम नमो भगवते वासुदेवाय। 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 हरे कृष्ण। ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ സ്കന്ധം ഒന്നാമത്തെ അധ്യായം ഋഷിമാരുടെ അന്വേഷണങ്ങൾ. ശ്ലോകം 3. നിഗമകൽപതരോർഗളിതം ഫലം നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുത സുഖമുഖാദമൃതദ്രവ സംയുത പിബത ഭാഗവതം രസമാലയ പിബത ഭാഗവതം രസമാലയം
മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നിഗമ വേദസാഹിത്യങ്ങൾ, കൽപ്പതരോ കൽപ്പവൃക്ഷം, ലളിതം പൂർണ്ണപക്വമായ ഫലം പഴം, സുഖദേവ ഗോസ്വാമി ശ്രീമദ് ഭാഗവതത്തിന്റെ യഥാർത്ഥ പ്രഭാഷകൻ. മുഹാദ് അതരങ്ങളിൽ നിന്ന്, അമൃത അമൃത്, ദ്രവ മൃദുവായ ദ്രവരൂപത്തിലുള്ളതാകയാൽ അനായാസേന പാനം ചെയ്യാൻ സാധ്യമായത്. സംയുതം സർവപ്രകാരത്തിലും പരിപൂർണമായ. വിപദ അതെ ആസ്വദിക്കൂ. ഭാഗവതം ഭഗവാനുമായുള്ള ശാശ്വത ബന്ധം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം. രസം രസം ആസ്വാദകരമായത്. ആലയം മുക്തി പ്രാപ്തമാക്കും വരെ. മുഹു സദാ, അഹോ ഓ, രസിക സുഖവാഹകമായ ജ്ഞാനപൂർണമായവർ. ഭുവി ഭുവനത്തിൽ. ഭാവുകാഹ വിദഗ്ധരും ശീലരുമായവർ. വിവർത്തനം. അല്ലയോ വിദഗ്ധരും ചിന്താശീലരുമായ ജനങ്ങളെ, വേദസാഹിത്യത്തിലെ ചിന്താമണി വൃക്ഷത്തിന്റെ പരിപക്വ ഫലമായ ശ്രീമദ് ഭാഗവതം ആസ്വദിക്കൂ. ശ്രീല സുഖദേവ ഗോസ്വാമിയുടെ അതരങ്ങളിൽ നിന്നാണവ ഉത്ഭവിച്ചത്. ആകയാൽ മുക്താത്മാക്കൾ ഉൾപ്പെടെ എല്ലാവരും അതിയായി ഇഷ്ടപ്പെടുന്ന ഈ അമൃതരസം കൂടുതൽ ആസ്വാദമായി തീർന്നിരിക്കുന്നു. ഭാവാർത്ഥം എസ് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. സവിശേഷമായ അതീന്ദ്രിയ ഗുണങ്ങളാൽ മനോജ്ഞ ഗംഭീരമായ ശ്രീമദ് ഭാഗവതം മറ്റെല്ലാ വേദ സാഹിത്യങ്ങളെയും അധകരിക്കുന്നു എന്ന് ഇരുപൂർവ ശ്ലോകങ്ങളും സുവ്യക്തമായി തെളിയിക്കുന്നു. സർവ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സാംസ്കാരിക ജ്ഞാനത്തിനും അതീന്ദ്രിയമാണിത്. ഈ ശ്ലോകത്തിൽ ശ്രീമദ് ഭാഗവതത്തെ ശ്രേഷ്ഠ സാഹിത്യം എന്നു മാത്രമല്ല, സർവ വേദ സാഹിത്യങ്ങളുടെയും പരിപക്വ ഫലമായിട്ടും വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇവയൊക്കെ പര്യാലോചിക്കയാൽ ക്ഷമാപൂർവമായ വിനയാനുത ശ്രവണം നിശ്ചയമായും അത്യന്താപേക്ഷിതമാണ്. ശ്രീമദ് ഭാഗവതം പകർന്നു നൽകുന്ന ബോധങ്ങളും സന്ദേശങ്ങളും അത്യധികം ആദരവോടും ഏകാഗ്രതയോടും വേണം ഒരാൾ സ്വീകരിക്കേണ്ടത്. മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ടതായ സമസ്ത വിഷയങ്ങളും വേദങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതിനാൽ വേദങ്ങളെ ചിന്താമണി വൃക്ഷത്തോടെ ഉപമിച്ചിരിക്കുന്നു. അവ സാംസ്കാരിക ആവശ്യങ്ങളെ കുറിച്ച് മാത്രമല്ല, ആധ്യാത്മിക സാക്ഷാത്കാരത്തെ കുറിച്ചും പ്രതിപാദിക്കുന്നു. സമൂഹം, രാഷ്ട്രം, മതം, സാമ്പത്തികം, പ്രതിരോധം, ആരോഗ്യരക്ഷ, രസതന്ത്രം, ഭൗതിക ശാസ്ത്രം, ആധ്യാത്മിക ശാസ്ത്രം സംബന്ധമായ ശ്രദ്ധാവിഷയം തുടങ്ങി ശരീരത്തെയും ആത്മാവിനെയും ഒരുമിച്ച് പരിരക്ഷിക്കുന്ന സർവജ്ഞാന തത്വ നിയമശാസനങ്ങളും വേദങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇവയൊക്കെ തന്നെ ആത്മസാക്ഷാത്കാരത്തിനുതകുന്ന സവിശേഷ മാർഗനിർദ്ദേശങ്ങളാണ്. നിയമാനുശാസനങ്ങൾ നിയന്ത്രിത ജ്ഞാനത്തിൽ ആധ്യാത്മിക തലത്തിൽ ജീവാത്മാക്കൾ ക്രമേണ ആരോഹണം ചെയ്യപ്പെടുന്നതിനെ പരാമർശിക്കുന്നു. മാത്രവുമല്ല, സർവ ആത്മീയ ആശോധനങ്ങളുടെയും സംഭരണി പരമദിവ്യോത്തമ പുരുഷനാണെന്ന ജ്ഞാനമാണ് ശ്രേഷ്ഠമായ ആധ്യാത്മിക സാക്ഷാത്കാരം എന്ന് ഉദ്ബോധിപ്പിക്കുന്നു. ഓം തത് സത് ശ്രീല പ്രഭുപാദ് കി ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മേഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാനിതം സംസജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാനിതാം ച
हे कृष्णा करुणा सिंधो दीनबंधो जगत्पदे गोपेश गोपिका कांदा राधा कांदा नमस्ते सप्त कांचन गौरांगी राधे वृंदावनेश्वरी विशाभानु सुदे देवी प्रणमामि हरिप्रिये नमो महावदन्याय कृष्ण प्रेम प्रदायते कृष्णाय कृष्ण चैतन्य नाम्ने गौरीशे नमः नमो ब्राह्मण देवाय गो ब्राह्मण हिताय जगद्गदाय कृष्णाय गोविंदाय नमो नमः वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद नमो ओं विष्णुपादाय कृष्ण प्रष्टाय भूतले श्रीमदे भक्ति वेदांत स्वामी नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारणे निर्विशेष शून्यवादी पाश्चात्य देश धारणे जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे नमो सुधा कृष्ण प्रष्टाय मुदरी श्रीमती महाविष्णु गोस्वामी नामिने नमामि मूर्धन्य चरणारविंदे श्री भागवत समेत से प्रचारणे लोकतारणे श्री महाविष्णु गोस्वामी नाम हरे कृष्ण डियर प्रभु आंड माजीസ് ഭഗവാന്റെ കൃപയാൽ ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ മൂന്നാമത്തെ ശ്ലോകം ഒന്നാമത്തെ സ്കന്ധത്തിൽ ഒന്നാം അധ്യായത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം പ്രഭു, കേൾക്കാം. ഓക്കെ. അപ്പോ ഇന്നത്തെ ഈ ശ്ലോകത്തിൽ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹിമ പറയുന്ന മൂന്നാമത്തെ ശ്ലോകമാണ്. ഭാഗവതത്തിൽ ആദ്യത്തെ 2 ശ്ലോകങ്ങളും ഭാഗവത മഹിമ പറയുന്നു. ഇന്നത്തെ ഈ ശ്ലോകവും ഭാഗവതത്തിന്റെ മഹിമ പറയുന്നു എന്ന് മാത്രമല്ല, ഭാഗവതത്തിന്റെ മഹാത്മ്യം ഒരു ഭക്തന്റെ വായിൽ നിന്ന് കേൾക്കുന്നത് എത്രത്തോളം ഗുണമുള്ളതാണ് എന്നതിനെ കുറിച്ചും കൂടെ പറയും. അല്ലയോ വിദഗ്ധരും ചിന്താശീലരുമായ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറയുകയാണ്. വേദസാഹിത്യത്തിലെ ചിന്താമണി വൃക്ഷത്തിന്റെ പരിപക്വ ഫലമായ ശ്രീമദ് ഭാഗവതം ആസ്വദിക്കൂ. ഇത് ഭാഗവത മഹാത്മ്യമാണ്. ശ്രീല സുഖദേവ ഗോസ്വാമിയുടെ അധരങ്ങളിൽ നിന്നാണവ ഉദ്ഭവിച്ചത്. ആകയാൽ മുക്താത്മാക്കൾ ഉൾപ്പെടെ ഏവരും അതിയായി ഇഷ്ടപ്പെടുന്ന ഈ അമൃതരസം കൂടുതൽ ആസ്വാദകരമായി തീർന്നിരിക്കുന്നു. ഭാഗവതം സർവശ്രേഷ്ഠമാണ്, ഒരു സംശയവുമില്ല. എന്നാൽ സുഖദേവ ഗോസ്വാമിയെ പോലുള്ള ഒരു ഭക്തന്റെ വായിൽ നിന്നാണ് അത് കേൾക്കുന്നതെങ്കിൽ അത് കുറെ കൂടെ ഇമ്പമാണ്, മധുരമാണ്, ആനന്ദപ്രദായകമാണ്, മറ്റുള്ളവരുടെ ഹൃദയത്തിന് ടച്ച് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മുടെ ഉള്ളിലുള്ള കൃഷ്ണപ്രേമം ഉണർത്താൻ ഉചിതമാണ്. നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണപ്രേമം, ഭഗവത് പ്രേമം ഉണർത്താൻ ഒരു ഭക്തന്റെ വായിൽ നിന്നും വന്ന സൗണ്ട് വൈബ്രേഷൻ ഭാഗവതത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോ സുഖദേവ അങ്ങനെയുള്ള ഭക്തന്മാരിൽ തന്നെ സുഖദേവ ഗോസ്വാമിയാണ് ഭാഗവതം പറയുന്നതെങ്കിൽ അത് തത്ത കൊത്തിയ മാമ്പഴം പോലെ, തത്ത കൊത്തിയ ഫ്രൂട്ട്സ് പോലെ കൂടുതൽ ആസ്വാദകരമാണ്. സാധാരണ ഫ്രൂട്ട്സ് നല്ല പക്വമായി പഴുത്ത് തുടുത്ത് ഉള്ളതിനെ നമ്മൾ പറിച്ച് കഴിക്കുകയാണെങ്കിൽ അത് വളരെ ആസ്വാദകരമാണ്, നല്ല ടേസ്റ്റിയാണ്. വിളഞ്ഞ് പഴുത്ത് അതിന് വളരെ ടേസ്റ്റിയാണ്. എന്നാൽ അതിന് തത്തയും കൂടെ കൊത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി എന്നാണ് പറയുന്നത്. തത്ത കൊത്തിയ മാമ്പഴത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. കാരണം അങ്ങനെ ടേസ്റ്റ് ഉള്ളത് മാത്രമേ തത്ത കൊത്തൂ, അതാണ് കാരണം. ഇവിടെ സുഖദേവ ഗോസ്വാമി, സുഖം എന്ന് പറഞ്ഞാൽ തത്തയാണ്. സുഖദേവ ഗോസ്വാമിയും തത്തയെ പോലെയാണ്. അദ്ദേഹത്തിന്റെ വായിലൂടെ വരുന്ന ശ്രീമദ് ഭാഗവതം അതുപോലെ തന്നെ ഒരു തത്ത കൊത്തിയ മാമ്പഴം പോലെ മധുരകരമാണ് എന്നാണ് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ സംഭവം തന്നെ ആണെങ്കിലും വ്യത്യസ്ത ഭക്തന്മാരുടെ ക്വാളിറ്റി അനുസരിച്ച് അവരുടെ വായിൽ നിന്ന് വരുന്ന ഭാഗവതത്തിന് അത് ശ്രവിക്കുന്ന ആൾക്കാരിൽ
വ്യത്യസ്തമായ രീതിയിലുള്ള പ്രകമ്പനങ്ങൾ, ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാക്കി തരാൻ കഴിയുമെന്ന് മനസ്സിലാക്കി. അപ്പൊ സുഖദേവ ഗോസ്വാമിയെക്കാളും ഒരു വലിയൊരാള് ശ്രീമദ് ഭാഗവത്തിനെ കുറിച്ച് പറയാനില്ല. സുഖദേവ ഗോസ്വാമി ശ്രീമദ് ഭാഗവതം അദ്ദേഹത്തിന്റെ സ്വന്തം അച്ഛനായ വ്യാസദേവനിൽ നിന്നാണ് കേട്ടതെങ്കിൽ കൂടിയും ഭാഗവതത്തിനെ കുറിച്ച് പറയാൻ അധികാരി ആരെന്ന് ചോദിച്ചാൽ അത് അച്ഛനല്ല, മകനാണ്. സുഖദേവ ഗോസ്വാമി ഉണ്ടെങ്കിൽ പിന്നെ വ്യാസാസന വേറെ ആർക്കും ഇല്ല. അത് സുഖദേവ ഗോസ്വാമിക്ക് മാത്രം സ്വന്തം. കാരണം അത്രത്തോളം മനോഹരമാണ് അദ്ദേഹത്തിന്റെ ഭാഗവതം. കാരണം അദ്ദേഹത്തിന് അണുകിട ഭൗതികമായ മാലിന്യം അദ്ദേഹത്തിൽ ടച്ച് ചെയ്തിട്ടില്ല. സുഖദേവ ഗോസ്വാമിയുടെ അച്ഛൻ നടന്നു പോയപ്പോൾ അവിടെ കുളിച്ചുകൊണ്ടിരുന്ന ഗോപികമാര്, സ്ത്രീജനങ്ങൾ ഉടനെ തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് അണിഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ അതിലെ പോയപ്പോൾ, സുഖദേവ ഗോസ്വാമി പോയപ്പോൾ അവര് അണിഞ്ഞില്ല, ഡ്രസ്സൊന്നും അണിഞ്ഞില്ല. അപ്പോ അത് വ്യാസദേവൻ തന്നെ അത്ഭുതപ്പെട്ടു, എന്താണ് കാരണമെന്ന്. അപ്പോ പറഞ്ഞു, ഈ വേദങ്ങളെല്ലാം അടുക്കി എഴുതി എടുത്ത് സർവീസ് ചെയ്തത് വ്യാസദേവനാണ്. അദ്ദേഹം ശക്തിവേഷ അവതാരമാണ് ഭഗവാന്റെ. എന്നിൽ കൂടിയും അദ്ദേഹത്തിന് ഭേദബുദ്ധി ഉണ്ടെന്നാ പറയുന്നത്. എന്ത് ഭേദബുദ്ധിയാണ്? സ്ത്രീ പുരുഷൻ, മനുഷ്യനിൽ തന്നെ സ്ത്രീ എന്നും പുരുഷനിൽ നിന്നുള്ള ഭേദബുദ്ധിയുണ്ട്. അങ്ങനെ ഒരു വിവേചനമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ സുഖദേവ ഗോസ്വാമി അദ്ദേഹത്തിന് ഭേദബുദ്ധി ഇല്ല എന്ന് സ്ത്രീജനങ്ങൾ പറയുന്നുണ്ട്. അപ്പോ സ്ത്രീകൾക്ക് ഒരാളുടെ കണ്ടാൽ തന്നെ അവരുടെ മനസ്സിനെ വായിക്കാൻ കഴിയുന്ന സ്പെഷ്യൽ കഴിവുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഒരാളുടെ മുഖം കണ്ട് അവരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ് പുരുഷനെക്കാളും കൂടുതൽ സ്ത്രീകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീജനങ്ങൾ ഇങ്ങനെ ഒരു കമന്റാണ് സുഖദേവ ഗോസ്വാമിയെ കുറിച്ചും വ്യാസദേവനെ കുറിച്ചും പറഞ്ഞത്. അപ്പോ സുഖദേവ ഗോസ്വാമി നടന്നു പോയ സമയത്ത് അദ്ദേഹം വിവസ്ത്രനായിരുന്നു. എന്നിട്ട് കൂടി അദ്ദേഹത്തിന് ഭേദബുദ്ധി ഇല്ല എന്നുള്ള കാര്യം അവിടുത്തെ സ്ത്രീജനങ്ങൾ മനസ്സിലാക്കി. എന്നാൽ വ്യാസദേവൻ കുറച്ചുകൂടി ഏജ്ഡ് ആണ്, വയസ്സായ ആളാണ്. അദ്ദേഹം ഡ്രസ്സ് അണിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കൂടി അദ്ദേഹം നടന്നു പോയപ്പോൾ അദ്ദേഹം നടന്നു പോയപ്പോൾ അവര് ഡ്രസ്സ് എടുത്ത് ഇടുകയുണ്ടായി. അപ്പോൾ അതിന് കാരണമായി പറയുന്നത് അദ്ദേഹത്തിന് ഭേദബുദ്ധി ഉണ്ട്, അദ്ദേഹത്തിന് ഭേദബുദ്ധി ഇല്ല. അദ്ദേഹത്തിന് വിവേചനമുണ്ട്, അദ്ദേഹത്തിന് വിവേചനമില്ല. അദ്ദേഹത്തിന് ഭൗതികമായ കണ്ണുകളോടുകൂടി കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ സുഖദേവ ഗോസ്വാമി പൂർണ്ണമായും അതീന്ദ്രിയനാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഭൗതിക ലോകത്തിലാണ് നടന്നു പോയതെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ ബോധമണ്ഡലം ആധ്യാത്മികമാണ്. അപ്പൊ ബോധമണ്ഡലത്തിലുള്ള വ്യത്യാസം സ്ത്രീകൾക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോ അതാണ്. അപ്പൊ അങ്ങനെയുള്ള സുഖദേവ ഗോസ്വാമി പരിപൂർണമായും അതീന്ദ്രിയമായ ബോധത്തോടു കൂടിയുള്ള, കോൺഷ്യസോടു കൂടിയുള്ള, കൃഷ്ണാവബോധത്തോടു കൂടിയുള്ള, കൃഷ്ണനെ കുറിച്ചുള്ള അവബോധത്തോടു കൂടിയുള്ള സുഖദേവ ഗോസ്വാമിയിൽ നിന്നുമാണ് നമ്മൾ ശ്രീമദ് ഭാഗവതം കേൾക്കുന്നത് എങ്കിൽ അത് ഉടനെ തന്നെ നമ്മളെ ബോധമണ്ഡലത്തിനെ മാറ്റും. ഒരു പണക്കാരന് മറ്റൊരാളെ പണം കൊടുത്ത് സഹായിക്കാൻ പറ്റും. ഒരു സിഗരറ്റ് വലിക്കാരനെ മറ്റൊരാൾക്ക് സിഗരറ്റ് വലി പഠിപ്പിച്ച് സഹായിക്കാൻ പറ്റും. ഒരു ദുശീലക്കാരനെ മറ്റൊരാൾക്ക് ദുശീലം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതേപോലെ ഒരു നല്ല ശീലമുള്ള ആളിനെ മറ്റൊരാളെ നല്ല ശീലം പഠിപ്പിക്കാൻ പറ്റും. അതേപോലെ കോൺഷ്യസ്നെസ്സിൽ, അവബോധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഉള്ള ആളിന് മറ്റൊരാൾക്കും അവബോധത്തിൽ കൃഷ്ണനെ കൊടുക്കാൻ കഴിയും. ഇവിടെ സുഖദേവ ഗോസ്വാമി അവബോധത്തിൽ കൃഷ്ണനുള്ള വ്യക്തിയാണ്, ഭേദബുദ്ധി ഇല്ലാത്ത വ്യക്തിയാണ്. അങ്ങനെ ഒരാളിനെ മറ്റൊരാൾക്ക് ഭേദബുദ്ധി ഇല്ലാതാക്കാൻ കഴിയും. ഇദ്ദേഹം ഒരു മെന്ററാണ്. ഏതിന്റെ മെന്റർ? കൃഷ്ണാവബോധത്തിന്റെ മെന്ററാണ് സുഖദേവ ഗോസ്വാമി. അതുകൊണ്ട് തന്നെ സുഖദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവ് 7 ദിവസങ്ങൾക്കകം തക്ഷകൻ കടിച്ച് മരിച്ചു പോകും എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അദ്ദേഹം അവിടുത്തെ പണ്ഡിത സദസ്സിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ 7 ദിവസത്തിനകത്ത് മരിച്ചു പോകും എന്നുള്ളൊരു ശാപം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 7 ദിവസത്തിനകത്ത് ഏറ്റവും നല്ല കാര്യമാണ് എനിക്ക് ലോകത്ത് ചെയ്യേണ്ടത്. ഒരു മനുഷ്യന്റെ പരിപൂർണതയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പണ്ഡിത സദസ്സുകളെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. അതിൽ ചില ആൾക്കാർ പറഞ്ഞു,
നിങ്ങൾ തപസ് ചെയ്യണം. മറ്റു ചില ആൾക്കാർ പറഞ്ഞു നിങ്ങൾ യജ്ഞം ചെയ്യണം. മറ്റു ചില ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ദാനം ചെയ്യണം. മറ്റു ചില ആൾക്കാർ പറഞ്ഞു നാമം ജപിക്കണം. മറ്റു ചില ആൾക്കാർ പറഞ്ഞു തീർത്ഥാടനത്തിന് പോകണം. മറ്റു ചില ആൾക്കാർ പറഞ്ഞു വേദം പഠിക്കണം എന്ന് പറഞ്ഞു. മറ്റു ചില ആൾക്കാർ പറഞ്ഞു ഭഗവാനെ കുറിച്ച് കേൾക്കണം എന്ന് പറഞ്ഞു. മറ്റു ചില ആൾക്കാർ പറഞ്ഞു നിങ്ങൾ കാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേട്ട പരിശുദ്ധ മഹാരാജാവിന് മൊത്തം ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. എന്നാൽ ഇതിനെക്കുറിച്ച് ഗഹനമായി റിസർച്ച് നടത്തി കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും ഒന്നും സമയമില്ല. 7 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ഒരു മനുഷ്യജന്മത്തിന്റെ 1 സെക്കൻഡ് പോലും ഇനി ചെലവാക്കാനോ വേസ്റ്റ് ആക്കാനോ ഇല്ല. കാരണം വെറും 7 ദിവസങ്ങൾക്കകത്ത് മരണമടയും. അപ്പൊ ഈ 7 ദിവസത്തിനകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എനിക്ക് ചെയ്യണം എന്ന് പരിശുദ്ധ മഹാരാജാവ് തീരുമാനിച്ചു. ആദ്യം അദ്ദേഹം നിങ്ങൾക്കിടയിൽ തന്നെ, ഋഷിശ്രേഷ്ഠന്മാർക്കിടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായം ഉള്ളത് കൊണ്ട് ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങളിൽ പണ്ഡിതനായ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യുകയും അദ്ദേഹം എന്താണോ പറയുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ആദരണീയനായ, ബഹുമാന്യനായ, ഏറ്റവും കാരണവരായ, ഏറ്റവും അധികായനായ, ഏറ്റവും ഈ വിഷയത്തിൽ പറയാൻ ആധികാരികതയുള്ള ഒരാളിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ആ പണ്ഡിത സദസ്സിനോട് അദ്ദേഹം വിനയപൂർവ്വം ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്നുണ്ടായിരുന്ന എല്ലാ പണ്ഡിതമുള്ള എല്ലാ ആൾക്കാരും കൂടെ ചേർന്ന് ഒരു കാര്യം തീരുമാനിച്ചു. വേദങ്ങൾ മുഴുവനും എഴുതി ഉണ്ടാക്കിയത് കലിയുഗത്തിലെ ആൾക്കാർക്ക് ആവശ്യമായി വരുമെന്ന് മുൻകൂട്ടി കണ്ട ഭഗവാൻ വ്യാസദേവൻ എന്നുള്ള ശക്തിയേശ അവതാരം അവതരിച്ച് വേദങ്ങൾ മുഴുവനും എഴുതി ഉണ്ടാക്കി. എന്നിട്ട് കൂടി വ്യാസദേവനെ ആരും ഏറ്റവും ആധികാരികമായ വ്യക്തിയായി അന്ന് സെലക്ട് ചെയ്തില്ല. അന്ന് സെലക്ട് ചെയ്തത് സുഖദേവ ഗോസ്വാമിയാണ്. സുഖദേവ ഗോസ്വാമി ഈ വ്യാസദേവന്റെ പുത്രനാണ്. അദ്ദേഹം പറയുന്നതാണ് ഏറ്റവും ആധികാരികമെന്ന് അന്നത്തെ പണ്ഡിത സദസ്സ് പറയുകയും അത് വ്യാസദേവൻ തന്നെ അംഗീകരിക്കുകയും ചെയ്തു. അതാണ് വേദവ്യാസൻ പോലും അത് അംഗീകരിച്ചു. ഇപ്പൊ നമ്മളെ ഒരാള് പണ്ഡിതനല്ല എന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തിയാൽ നമുക്ക് വിഷമം വരും. പിന്നെ അവര് എന്ത് തീരുമാനമെടുത്താലും നമ്മൾ അതിനെ പാര വെച്ചു. ഇവിടെ വേദവ്യാസൻ അദ്ദേഹത്തിന്റെ പുത്രനാണ് ശ്രേഷ്ഠൻ എന്നത് കൊണ്ടല്ല സുഖദേവ ഗോസ്വാമിയാണ് ഏറ്റവും ആധികാരികമായ വ്യക്തി എന്ന് സമ്മതിച്ചത്. കാരണം സുഖദേവ ഗോസ്വാമി തന്നെയാണ് ഏറ്റവും ആധികാരികമായ വ്യക്തി എന്ന് വേദവ്യാസന് തന്നെ അറിയാം. വേദവ്യാസൻ നല്ലവണ്ണം റിസർച്ച് നടത്തിയ വ്യക്തിയാണ് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ എഴുതി പിടിപ്പിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ ഈ ഇത്രയും വലിയ ഈ തത്വശാസ്ത്രങ്ങളെല്ലാം ഈ ലോകത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശരിയായ വ്യക്തി എന്ന പണ്ഡിത സദസ്സ് അംഗീകരിച്ച സുഖദേവ ഗോസ്വാമിയെ വേദവ്യാസനും 2 കൈയും കൊടുത്ത് സ്വീകരിച്ചു. അതേ എന്ന് പറഞ്ഞു. അങ്ങനെ സുഖദേവ ഗോസ്വാമിയെ സമസ്ത പണ്ഡിത സദസ്സും ആനയിച്ച് വ്യാസാസനത്തിൽ ഇരിക്കാൻ ഇൻവൈറ്റ് ചെയ്തപ്പോൾ സുഖദേവ ഗോസ്വാമി പറയുന്നത് കേൾക്കാൻ വളരെ ശ്രദ്ധയോടും ആകാംക്ഷയോടും ആ ടീമിന്റെ ഇടയിൽ ഒരാളും കൂടെ ഇരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം അച്ഛൻ വേദവ്യാസൻ കൂടെ, വ്യാസദേവനും കൂടെ ഇരുന്നാണ് ഈ ഭാഗവതം കേൾക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ സുഖദേവ ഗോസ്വാമിയുടെ അച്ഛനും ഗുരുവും വേദവ്യാസൻ ആണെങ്കിൽ കൂടിയും വേദവ്യാസൻ സുഖദേവ ഗോസ്വാമിയുടെ ഭാഗവതം കേൾക്കാൻ ആ സദസ്സിൽ ഇരിക്കുകയും കൂടെ ചെയ്യുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കാം? തുടക്കത്തിൽ തന്നെ നമുക്കൊരു മെസ്സേജ് തരികയാണ്. ശ്രീമദ് ഭാഗവതം ക്ലാസ് എടുക്കുന്നത് ആരായാലും, അത് നമ്മളെക്കാളും സീനിയർ വൈഷ്ണവനായാലും നമ്മളെക്കാളും ജൂനിയർ വൈഷ്ണവനായാലും നമ്മൾ ശ്രവിക്കാൻ അവിടെ ഇരിക്കണമെന്ന് വേദവ്യാസൻ സ്വയം ആചരിച്ച് കാണിച്ചു നൽകുന്നു. അച്ഛന്റെ മകനാണ് ക്ലാസ് എടുക്കുന്നതെങ്കിലും അച്ഛൻ ഉടനെ അവിടെ നിന്ന് ഇറങ്ങി പോകരുത്. മകന്റെ ക്ലാസ് ആയാലും ഭാഗവതത്തിനെ കുറിച്ചാണ് എങ്കിൽ അച്ഛൻ മകന്റെ ക്ലാസ് കേൾക്കാൻ ഇരിക്കണമെന്ന് വേദവ്യാസൻ കാണിച്ചു തരുന്നു. അപ്പോൾ ഭാഗവതമാണ് സംസാരിക്കുന്നത് എങ്കിൽ അവിടെ വലിപ്പ ചെറുപ്പമില്ല. ഭാഗവതത്തിനാണ് വലിപ്പം. നമുക്കെല്ലാം അവിടെ ചെറുപ്പമാണ്. നമ്മൾ ഉടനെ ഇരുന്ന് കേൾക്കണം. എത്രയോ വർഷങ്ങളോളം മായാപൂരിലെ പൂജാരിമാരായിരുന്ന 2 ട്വിൻസ്, പേര് ഞാൻ പഞ്ചകാംഗ്രി പ്രഭു ആണെന്ന് തോന്നുന്നു, അങ്ങനെ 2 പേരുണ്ട്. അതില് അൺഫോർച്ചുനേറ്റ്ലി ഒരാൾ ഇപ്പോ മരണപ്പെട്ടു. അവർ എത്രയോ വർഷം മായാപൂർ വിട്ട് വെളിയിൽ പോയിട്ടില്ല. അവര്
ശ്രീല പ്രഭുപാദറിന്റെ ഡയറക്ട് ഡിസൈബിൾസ് ആണ്. അവര് വളരെ വലിയ പൂജാരിമാരായിരുന്നു. നരസിംഹദേവന്റെ നല്ല ആരാധകരാണ്, പൂജാരിമാരാണ്. എപ്പോഴും അവര് 24 മണിക്കൂറും ഭഗവത് സേവനത്തിലാണ്. നല്ല ഏറ്റവും സീനിയർ ആയിട്ടുള്ള പ്രഭുപാദിന്റെ ഡിസൈപ്പിളുകളിൽ ഓരോരുത്തരുമാണ് അവർ. എന്നാൽ അവർക്കുള്ള ഏറ്റവും നല്ല ഒരു പോയിന്റ് എന്തെന്ന് വെച്ചാല്, ഒരു ക്വാളിറ്റി എന്തെന്ന് വെച്ചാല്, അവർ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിന് നോട്ട് ബുക്കും പേനയും എടുത്ത് ഏറ്റവും ഫ്രണ്ടിൽ വന്നിരിക്കും. അത് ആര് ക്ലാസ് എടുത്താലും അവർ വന്നിരിക്കും. അവരുടെ സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോൾ അവിടെയുള്ള മായാപുരയിലുള്ള എല്ലാവരും അവരെക്കാൾ ജൂനിയേഴ്സ് ആണ്. പക്ഷെ അവർക്ക് ഏറ്റവും ഇഷ്ടം ശ്രീമദ് ഭാഗവതം കേൾക്കാനാണ്. അങ്ങനെ അവർ നോട്ട് ബുക്കും പേനയും അടക്കം എടുത്ത് വന്ന് ഒരു ടിൻസ് 2 പേരും വന്ന് ഏറ്റവും ഫ്രണ്ടിൽ വന്നിരിക്കും. ആര് ക്ലാസ് എടുത്താലും, എത്ര ജൂനിയേഴ്സ് ക്ലാസ് എടുത്താലും അവരിൽ നിന്ന് നോട്ട് എഴുതിയെടുക്കും. അത്ര വിനയമുള്ള ആൾക്കാരായിരുന്നു അവരെല്ലാം. ഈ വ്യാസദേവന്റെ പിന്തുടർച്ചക്കാരാണ്. അവരുടെ വ്യാസദേവനെ ഫോളോ ചെയ്യുന്നവരാണ്. വ്യാസദേവനെ ആചരിച്ച് കാണിച്ചു തന്നു. മകനാണ് ക്ലാസ് എടുക്കുന്നെങ്കിൽ കൂടിയും, അദ്ദേഹത്തിന് ശിഷ്യനാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ കൂടിയും വേദവ്യാസർ സുഖദേവ് ഗോസ്വാമി എടുക്കുന്ന ക്ലാസ് കേൾക്കാൻ അവിടെ ഇരുന്ന് കേൾക്കുകയാണ്. അതിൽ കേട്ടുകൊണ്ടിരുന്ന മറ്റൊരു വ്യക്തിയാണ് സൂത ഗോസ്വാമി. ആ സൂത ഗോസ്വാമിയാണ് മറ്റൊരു പ്രാവശ്യം ശൗനക ഋഷിവര്യന്മാർക്ക് വീണ്ടും ശ്രീമദ് ഭാഗവതം 1000 വർഷം നീണ്ടുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷൻ വീണ്ടും ചെയ്യും. അപ്പൊ സുഖദേവ ഗോസ്വാമി ശ്രീമദ് ഭാഗവതത്തിൽ ആദ്യം പരീക്ഷിത് മഹാരാജാവിന് ഗംഗാ നദീകരയുടെ അവിടെ വെച്ച് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുകയും 7 ദിവസം കൊണ്ട് അതിൽ കേട്ടുകൊണ്ടിരുന്ന സുഖദേവ ഗോസ്വാമി മറ്റൊരു അവസരത്തിൽ ശൗനക ഋഷിവര്യന്മാരുടെ കൂടി നൈമിഷാരണ്യത്തിൽ വെച്ച് ശ്രീമദ് ഭാഗവതം 1000 വർഷം പഴക്കമുള്ള രീതിയിൽ വീണ്ടും ഉപദേശിക്കുകയും ചെയ്തു. അപ്പോ ഒരാൾക്ക് ഒരു ഗുരുവാവാൻ കഴിയുന്നത് ആദ്യം അവർ ശിഷ്യരാവണം എന്നുള്ളത് എന്നും കൂടെ നമുക്കിതൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ പ്രിയപ്പെട്ട സുഖദേവ ഗോസ്വാമി ശ്രീമദ് ഭാഗവതം ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുവും അച്ഛനുമായ വ്യാസദേവനിൽ നിന്നും അത് പഠിച്ചിരുന്നു. അദ്ദേഹം ഒരു ശിഷ്യനായ ആദ്യം, എന്നിട്ടാണ് ഇത്രയും പേർക്ക് ഗുരുവായി മാറിയത്. അതേപോലെ തന്നെ ശൗനക ഋഷിവന്മാർക്ക് ഉപദേശിക്കുന്ന സൂത ഗോസ്വാമി ഇതേ പരീക്ഷിത് മഹാരാജാവിന് ഭാഗവതം ക്ലാസ് കേൾക്കാൻ പറ്റുന്ന അവസരം ഉണ്ടായപ്പോൾ പരീക്ഷിത് മഹാരാജാവിന് ഭാഗവത ഉപദേശിച്ച സുഖദേവ ഗോസ്വാമിയിൽ നിന്നും ഒരു ശിഷ്യൻ എന്നുള്ള രീതിയിൽ സൂത ഗോസ്വാമി ശ്രീമദ് ഭാഗവതം ശ്രവിക്കുകയുണ്ടായി. അദ്ദേഹം ആദ്യം ശിഷ്യനാണ് ആയത്, പിന്നെയാണ് ഗുരുവായത്. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വേദവ്യാസനും അദ്ദേഹത്തിന്റെ ഗുരുവായ നാരദ മഹർഷിയിൽ നിന്നും ശ്രീമദ് ഭാഗവതം കേൾക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഒരു ശിഷ്യനായി മാറിയിട്ടാണ് പിന്നെ ഗുരുവായത്. നാരദ മഹർഷി അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ ഗുരുവായ ബ്രഹ്മദേവനിൽ നിന്നും ശ്രീമദ് ഭാഗവതം കേട്ട ഒരു നല്ലൊരു ശിഷ്യനായി. എന്നിട്ട് ഈ ലോകത്തിന് മുഴുവനും അദ്ദേഹം ഗുരുവായി മാറുകയാണ് ചെയ്തത്. അപ്പൊ ഇതൊരു ഗുരു ശിഷ്യ പരമ്പര എന്നാണ് പറയുന്നത്. അപ്പൊ ശ്രീമദ് ഭാഗവതം നമ്മൾ ഗുരുശിഷ്യ പരമ്പരയിൽ നിന്നുമാണ് കേൾക്കേണ്ടത്. കേട്ടാൽ മാത്രം പോരാ, നമ്മൾ പറയുകയും വേണം ശ്രീമദ് ഭാഗവതം. കാരണം എന്ത്? ശ്രീമദ് ഭാഗവതം ഈ ലോകത്തിലെ എല്ലാവരെയും ശുദ്ധീകരിക്കും. കൃമികളെയും കീടങ്ങളെയും കോടാനുകോടി ജന്മങ്ങൾ കൊണ്ട് ജനനമരണ ചക്രത്തിൽ നിന്നും കഷ്ടപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളും, മനുഷ്യർ മാത്രമല്ല ഏതൊരു കൃമികീടത്തിനെ പോലും ശ്രീമദ് ഭാഗവത വചനങ്ങളും ഭാഗവത സ്പന്ദനങ്ങളും ഭാഗവത ശ്ലോകങ്ങളും കേൾക്കുന്ന മാത്രയിൽ അവർക്ക് കോടിക്കണക്കിന് ജന്മം ചെയ്തപ്പം പാപം അനുഭവിക്കാതെ തന്നെ അതിൽ നിന്നും പുറത്തു കിടക്കാൻ പറ്റും. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമുക്ക് ആവുന്ന രീതിയിൽ ശക്തിയൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞും കൂടെ കൊടുക്കണം. നമ്മളെ പരമ ആചാര്യന്മാരായതുകൊണ്ടല്ല, എന്നാൽ ശ്രീമദ് ഭാഗവതത്തിലൂടെ മറ്റുള്ളവർ രക്ഷപ്പെടുമെന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ്. നമ്മൾ ശ്രീമദ് ഭാഗവതം കേൾക്കേണ്ടത് സുഖദേവ ഗോസ്വാമിയെ പോലുള്ള പ്യൂരിറ്റിയുള്ള ഭക്തന്മാരിൽ നിന്നുമാണ്. അങ്ങനെയുള്ള പ്യൂരിറ്റിയുള്ള ഭക്തന്മാരെ എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചാൽ, ഗുരുശിഷ്യ പരമ്പരയിൽ നിന്നും വരുന്ന ആധികാരികമായ ആചാര്യന്മാരിൽ നിന്നുമാണ് കേൾക്കേണ്ടത് എന്നാണ് ഉത്തരം. നമുക്ക് നേരിട്ട് നമുക്ക് കൃഷ്ണനിൽ നിന്നും കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ ഗുരുശിഷ്യ പരമ്പര ഉണ്ടാക്കിയിരിക്കുന്നത്. പത്മപുരാണം പറയുന്നതനുസരിച്ച് 4 തരം ഗുരുശിഷ്യ സമ്പ്രദായങ്ങളുണ്ട്. അതിലൊന്ന് ബ്രഹ്മ സമ്പ്രദായം, മറ്റൊന്ന് ശ്രീ സമ്പ്രദായം, മറ്റൊന്ന് കുമാര സമ്പ്രദായം,
മറ്റൊന്ന് ബ്രഹ്മ സമ്പ്രദായം, കുമാര സമ്പ്രദായം, ശ്രീ സമ്പ്രദായം, രുദ്ര സമ്പ്രദായം. ഓക്കെ, അതില് ബ്രഹ്മ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവിലൂടെ വേദജ്ഞാനം ഈ ലോകത്തിനോട് പകർന്നു കൊടുക്കുന്ന ആ ഗുരുശിഷ്യ പരമ്പരയില് ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് ബ്രഹ്മദേവനാണ്. ബ്രഹ്മദേവനിലൂടെ ഉണ്ടായ ആ ഗുരുശിഷ്യ സമ്പ്രദായം, അദ്ദേഹത്തിന്റെ അതിൽ പ്രധാനപ്പെട്ട ആചാരം എന്ന് പറയുന്നത് നാരദമുനി, വ്യാസദേവൻ, മധ്വാചാര്യർ, അതിലൂടെ വരുന്ന ബ്രഹ്മസമ്പ്രദായം. അതിന്റെ പിന്തുടർച്ചക്കാരാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം. നമ്മളൊക്കെ വരുന്നത്, ഇസ്കോൺ വരുന്നത്, അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി വരുന്നതെല്ലാം ഈ സമ്പ്രദായത്തിലൂടെയാണ്. കൃഷ്ണൻ മുതൽ തുടങ്ങി ഇടമുറിയാതെയുള്ള ഗുരുശിഷ്യ പരമ്പര ഇന്നും ഈ കലിയുഗത്തിൽ തീർച്ചയായിട്ടും ബ്രഹ്മസമ്പ്രദായം എന്നറിയപ്പെടുന്ന ബ്രഹ്മമധ്വഗൗഡീയ വൈഷ്ണവ ഗുരു പരമ്പര ഇന്നും കലിയുഗത്തിലും അവൈലബിൾ ആണ്. അതിലാണ് നമ്മളടക്കമുള്ള എല്ലാ ഇസ്കോൺ ഡിവോട്ടീസും വരുന്നത്. പിന്നെ രണ്ടാമത്തെ സമ്പ്രദായം എന്ന് പറയുന്നത് നമുക്കറിയാം, ശ്രീ സമ്പ്രദായം. ശ്രീ സമ്പ്രദായം എന്ന് പറയുന്നത് മഹാലക്ഷ്മി, ഭഗവാൻ മഹാലക്ഷ്മിക്ക് ഉപദേശിച്ചു, മഹാലക്ഷ്മിയിലൂടെ താഴോട്ടുള്ള ഗുരുശിഷ്യ പരമ്പര എന്ന് പറയുന്നതാണ് മറ്റൊരു സമ്പ്രദായം. അതിനെ ശ്രീ സമ്പ്രദായം എന്ന് പറയും. ബ്രഹ്മസമ്പ്രദായത്തിൽ നമ്മൾ ഇതേപോലെയാണ് തിലകമിടുന്നത്. ശ്രീ സമ്പ്രദായത്തിൽ നമുക്കറിയാം അയ്യങ്കാരുമാർ, നടുക്ക് ലക്ഷ്മി ദേവിയെ പ്രതിനിധീകരിക്കുന്ന കുങ്കുമം ഉണ്ടാകും. അയ്യങ്കാർ എന്ന് പറയുന്ന ആ ടീമൊക്കെ ശ്രീ സമ്പ്രദായത്തിലാണ് വരുന്നത്. അതിലെ പ്രധാനപ്പെട്ട ആചാര്യൻ എന്ന് പറയുന്നത് രാമാനുജാചാര്യരാണ്. രാമാനുജാചാര്യ, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം 1000 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അതുപോലെ ശ്രീരംഗം ക്ഷേത്രത്തിൽ നമുക്ക് നേരിട്ട് ദർശനം എടുക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ കണ്ണിൽ, ആ ഭൗതിക ശരീരത്തിൽ ഇപ്പോഴും തിളക്കമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നേരിട്ട് പോകുമ്പോൾ കാണാവുന്നതാണ്. അത് ശ്രീ സമ്പ്രദായം. അതും ബ്രഹ്മമധ്വഗൗഡീയ സമ്പ്രദായം പോലെ കലിയുഗത്തിൽ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും ഇടമുറിയാതെ നിലനിൽക്കുന്ന മറ്റൊരു വൈഷ്ണവ സമ്പ്രദായമാണ്. ഈ ആചാര്യന്മാരിൽ നിന്നും നമുക്ക് ശ്രീമദ് ഭാഗവതം ശ്രവിക്കാവുന്നതാണ്. ഇടമുറിയാതെയുള്ള വൈദ്യുതി കമ്പി വൈദ്യുതി എത്തിക്കുന്നത് പോലെ ഈ ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഭഗവാൻ ഈ ദിവ്യമായ ജ്ഞാനം ഇന്നും നമുക്ക് പകർന്നു നൽകുന്നു. മറ്റൊരു സമ്പ്രദായം എന്ന് പറയുന്നത് കുമാര സമ്പ്രദായമാണ്. ഭഗവാന്റെ എന്നും ചെറുപ്പമായിട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം ഭക്തന്മാർ, കുമാരന്മാരെന്ന് പറയും. സനക, സനാതന, സനന്ദന, സനൽകുമാര മഹർഷിമാർ വഴി അദ്ദേഹം ഈ വേദജ്ഞാനം ഈ ലോകത്തിന് പ്രദാനം ചെയ്തു. ആ സമ്പ്രദായത്തിന്റെ പേരാണ് കുമാര സമ്പ്രദായം എന്ന് പറയുന്നത്. ആ സമ്പ്രദായത്തിലെ പ്രധാനപ്പെട്ട ആചാര്യൻ എന്ന് പറയുന്നത് നിംബർക്ക സ്വാമികളാണ്. നിംബർക്ക സ്വാമികളിലൂടെ ആ സമ്പ്രദായം താഴോട്ട് വരും. അതേപോലെ മറ്റൊരു സമ്പ്രദായം രുദ്ര സമ്പ്രദായമാണ്. രുദ്രൻ എന്ന് പറഞ്ഞാൽ പരമശിവനാണ്. ഭഗവാനിലൂടെ ഭഗവാൻ ഈ വേദജ്ഞാനം ഈ ലോകത്തിനോട് പ്രദാനം ചെയ്തു. അതിലൂടെ വന്ന സമ്പ്രദായത്തിന്റെ പേരാണ് രുദ്ര സമ്പ്രദായം. ആ രുദ്ര സമ്പ്രദായത്തിന്റെ പ്രധാനപ്പെട്ട ആചാര്യൻ എന്ന് പറയുന്നത് വിഷ്ണു സ്വാമികളാണ്. ഈ പരമ്പരയിലൂടെ ഇന്നും കലിയുഗത്തിൽ ഭഗവാൻ അദ്ദേഹത്തിന്റെ കളങ്കമില്ലാത്ത ദിവ്യമായ ജ്ഞാനം കലിയുഗത്തിലാണെങ്കിൽ കൂടിയും പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഈ ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഉള്ള ആചാര്യന്മാർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭഗവത്ഗീത ഭാഗവത പ്രഭാഷണങ്ങൾ കേൾക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ അത് തീർച്ചയായിട്ടും ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ ഭഗവാന്റെ ദാസന്മാരുടെ വായിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും സുഖദേവ ഗോസ്വാമിയിൽ നിന്ന് കേൾക്കുന്നതിന്റെ പോലത്തെ ഫലം നമുക്ക് കിട്ടാവുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ശ്രവണത്തിന് ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഫലമുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ മഹാഭാരത, രാമായണം, അതേപോലെ തന്നെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ ഒരുപാട് ശ്രവണത്തിലൂടെ വഴിതെറ്റിക്കപ്പെട്ട ആൾക്കാരും ശ്രവണത്തിലൂടെ ശരിയായ രീതിയിൽ വന്നു ചേർന്ന ആൾക്കാരുമായ ഒരുപാട് പേഴ്സണാലിറ്റീസെ നമുക്ക് കണ്ടു പഠിക്കേണ്ടതുണ്ട്. ശ്രവണത്തിലൂടെ നാശങ്ങൾ വിതച്ച ഒരുപാട് ആൾക്കാരുണ്ട് സമൂഹത്തിൽ. അതാരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. തലേ ദിവസം വരെ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. എന്നാൽ ഒരു രാത്രിക്കകത്ത് പിക്ചർ മൊത്തം മാറിയത് ഒരാളിൽ നിന്നും കൈകേകി കേട്ട കുറച്ച് വാക്കുകളാണ്. മന്ദര അല്ലെ, മന്ദരയല്ലേ, മന്ദാര, കൂനി എന്ന് പറയും അല്ലെ. കൂനി എന്നുള്ള ഇദ്ദേഹത്തിന്റെ ഒരു സർവന്റ് ഉണ്ട്. രാമചന്ദ്ര ഭഗവാന്റെ വളർത്തമ്മയിൽ ഒരാളായ കൈകേകിയുടെ അസിസ്റ്റന്റ് ആണ് കൂനി എന്നറിയപ്പെടുന്ന മന്ദാര. മന്ദാര പറഞ്ഞു, നീ പണ്ട് ദശരഥ മഹാരാജാവിൽ നിന്നും ഒരു 3 വരം മേടിച്ചിട്ടുണ്ടല്ലോ, അത് നീ ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ, എന്തുകൊണ്ട് ഇപ്പൊ ചോദിച്ചുകൂടാ? താങ്കളുടെ മകൻ ഭരതൻ
യുവരാജാവായി അഭിഷേകം അദ്ദേഹത്തിന് രാജാവായി അഭിഷേകം ചെയ്യണമെന്നും 14 വർഷം ശ്രീരാമചന്ദ്രൻ കാട്ടിലേക്ക് പോട്ടെ എന്നുള്ള 2 വരം നിനക്ക് മേടിച്ചുകൂടെ എന്നുള്ള മന്ദാര അല്ലെങ്കിൽ പൂനിയിൽ നിന്നും കേട്ട ശ്രവണമാണ് കൈകേയി എന്നുള്ള നല്ല രീതിയിൽ രാമനെ സ്നേഹിച്ചിരുന്ന വ്യക്തിയുടെ ലൈഫ് മൊത്തം മാറ്റിമറിച്ചത്. യഥാർത്ഥത്തിൽ രാമനോട് കൈകേയിക്ക് സ്നേഹം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ മകനെ പോലെ തന്നെയാണ് രാമനെ കണ്ടത്. എന്നാൽ ദുഷ്ടസംസർഗം കൊണ്ട് നമ്മുടെ സ്വഭാവം മാറും എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ മന്ദാരയിൽ നിന്നും പൂനിയിൽ നിന്നും കേട്ട കൈകേയിയുടെ സ്വഭാവം മൊത്തം മാറിപ്പോയി. പിന്നെ കണ്ടത് ഈ ഒരു കൈകേയിയുടെ സ്വഭാവമാറ്റം കൊണ്ട് രാമായണം എന്നുള്ള ഒരു ശാസ്ത്രശാഖ തന്നെ ഉണ്ടാവേണ്ടി വന്നു. രാമൻ കാട്ടിൽ പോയി, രാവണൻ സീതയെ അപഹരിച്ചു, രാമരാവണ യുദ്ധമുണ്ടായി എന്നിങ്ങനെ എന്തെല്ലാം എപ്പിസോഡുകളെല്ലാം ഉണ്ടായതിന്റെ തുടക്കമാരെന്ന് ചോദിച്ചാൽ മന്ദാരയിൽ നിന്നും കേട്ട കുറച്ച് വാക്കുകളാണ് മൊത്തം രാമായണം തന്നെ ഉണ്ടാകാൻ കാരണം. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ എത്ര രാമായണങ്ങൾ ഉണ്ടായിരിക്കുന്നു, ശരിയല്ലേ? നമ്മൾ എത്ര അസത്സംഗം നേടിയിരിക്കുന്നു, എത്ര അസത്സംഗത്തിലൂടെ നമ്മൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. ആ പൊട്ടിത്തെറിയുടെ പരിണിത ഫലമായി ലോകത്ത് എന്തെല്ലാം ദോഷങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഒരു പുനർവിചിന്തനം നടത്തേണ്ടതാണ്. അപ്പൊ നമ്മൾ ആരിൽ നിന്നും കേൾക്കുന്നു എന്നുള്ളത് അത് വളരെ വലിയൊരു ഫാക്ടറാണ്. കാരണം അങ്ങനെ നമ്മൾ കേട്ടാൽ നമ്മുടെ സ്വഭാവം മാറിപ്പോവും, നമ്മുടെ ചിന്താഗതികൾ മാറിപ്പോവും, നമ്മുടെ ലക്ഷ്യം മാറിപ്പോവും, നമ്മുടെ പ്രവർത്തന രീതികൾ മാറിപ്പോവും. അപ്പൊ കേൾക്കുന്നത് ആരിൽ നിന്ന് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് കൈകേയി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആഫ്റ്റർ എഫക്ട്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പരിണിതഫലം എന്ന് പറഞ്ഞ് അത് ഒരുപാട് എപ്പിസോഡുകളായി മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം ബേസ് എവിടെയെന്ന് ചോദിച്ചാൽ മോശം വ്യക്തിയിൽ നിന്നും കൈകേയി കേട്ടു എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ തുടക്കം. അപ്പൊ നല്ലൊരു വ്യക്തിയെ പോലും വഴിതെറ്റിക്കാൻ വാക്കുകൾക്ക് കഴിയും, വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരാളിൽ നിന്നും മോശമായിട്ടുള്ള ഒരു അസോസിയേഷൻ കൊണ്ട് കുറച്ച് ശ്രവിക്കാൻ നമുക്കുള്ള ഒരു സിറ്റുവേഷൻ വന്നു പോയാൽ പിന്നെ നമ്മുടെ സ്വഭാവം മൊത്തത്തിൽ മാറുകയാണ്. അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യം കേട്ടാൽ നമ്മൾ എത്ര മോശമാണെങ്കിലും നമുക്ക് മാറാനും കഴിയില്ലേ? തീർച്ചയായിട്ടും മാറാനും കഴിയും, നല്ല വ്യക്തിയാവാൻ കഴിയും. നല്ല ആൾക്കാരിൽ നിന്ന് നമ്മൾ നല്ലത് കേട്ടാൽ നമ്മുടെ സ്വഭാവം നല്ലതിലേക്ക് മാറും, നല്ല ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാകും, നല്ല എപ്പിസോഡുകൾ പിന്നെ ഉണ്ടാകും. സ്വാഭാവികമായ കാര്യമാണ്. അതുകൊണ്ട് ശ്രവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും അത് ആധികാരികമായ വ്യക്തിയിൽ നിന്ന് തന്നെ ശ്രവണം ചെയ്യണമെന്നും നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളോട് പ്രതിപാദിച്ചിരിക്കുന്നു. ഈവൻ കലിയുഗത്തിന്റെ ചോദ്യം കൊണ്ട് ഭാഗവതത്തിനെ പോലും ഭഗവത്ഗീതയെ പോലും കള്ളനാണയങ്ങളാൽ അതിനെ വലിച്ച് ഏഴിച്ച് അവരവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ കയറ്റാൻ വേണ്ടിയുള്ള മാർഗമായി ഒരു പക്ഷേ ആൾക്കാർ തുനിഞ്ഞിറങ്ങി മുന്നോട്ട് വന്നേക്കാം എന്ന് മുൻകൂട്ടി കണ്ട ഭഗവാൻ ആധികാരികമായ ഗുരുശിഷ്യ പരമ്പരയിലുള്ള ആചാര്യന്മാരിൽ നിന്ന് തന്നെ ഭാഗവതം കേൾക്കണമെന്ന് ഇന്നത്തെ ഈ ലോകത്തിലൂടെ നമ്മളെ വിലക്കിയിരിക്കുന്നു. അതായത് 4 തരം പ്രധാനപ്പെട്ട നമ്മളെ അദ്വൈതം, ദ്വൈതം, ശ്രേഷ്ഠ അദ്വൈതം, അചിന്ത്യഭേദ അഭേദ തത്വം എന്നിങ്ങനെ നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. അതിൽ ഏറ്റവും നല്ല വ്യാഖ്യാനം എന്ന് 3 വ്യാഖ്യാനത്തിനെയും ഏറ്റവും അവസാനമായി ഖണ്ഡിച്ചിരിക്കുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ കാലത്ത് 500 വർഷങ്ങൾക്ക് മുമ്പ് ചൈതന്യ മഹാപ്രഭു നേരിട്ട് ഈ 3 വ്യാഖ്യാനങ്ങളെയും ഖണ്ഡിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ 3 വ്യാഖ്യാനങ്ങളുടെ ഫോളോവേഴ്സ് ആയ സർവഭൗമ ഭട്ടാചാര്യർ, പ്രകാശാനന്ദ സരസ്വതി അടക്കമുള്ള ആൾക്കാർ ചൈതന്യ മഹാപ്രഭുവിന്റെ ഫോളോവേഴ്സ് ആയി അദ്വൈതത്തിൽ നിന്നും ദ്വൈതത്തിൽ നിന്നും അചിന്ത്യഭേദ അഭേദ അദ്വൈതത്തിൽ നിന്നും ദ്വൈതത്തിൽ നിന്നും ശ്രേഷ്ഠ അദ്വൈതത്തിൽ നിന്നും അചിന്ത്യഭേദ അഭേദ തത്വത്തിലേക്ക് അവർ മാറുകയാണ് ചെയ്തത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു ട്രെയിൻ ചെയ്ത ഷഡ് ഗോസ്വാമിമാരിൽ ഒരാള് ശ്രീ സമ്പ്രദായത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അങ്ങനെ ജീവഗോസ്വാമി. അപ്പൊ അങ്ങനെ ഒരുപാട് വൈഷ്ണവരെ ശരിയായ തത്വം ഈ ലോകത്തിൽ എന്തെന്ന് ചോദിച്ചാൽ അചിന്ത്യഭേദ അഭേദ തത്വമാണെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു നേരിട്ട് വാദപ്രതിവാദത്തിൽ പരാജയപ്പെടുത്തി അചിന്ത്യഭേദ അഭേദ തത്വമാണ് ഏറ്റവും ശരിയായ വ്യാഖ്യാനമെന്ന്
തെളിയിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സായി വരുന്ന ബ്രഹ്മമധ്യ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ വരുന്ന ഇസ്കോണിന്റെ ഫോളോവേഴ്സായിട്ട് വരുന്ന ആൾക്കാർ ശരിക്കും വൈദിക ഗ്രന്ഥങ്ങൾക്ക് ശരിയായ വ്യാഖ്യാനമാണ് തരുന്നത് കൊണ്ട് ഇടമുറിയാതെയുള്ള ഒരു വൈദ്യുതി കമ്പി വൈദ്യുതി എത്തിക്കുന്നത് പോലെ ബ്രഹ്മമധ്യ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലൂടെ വരുന്ന ഈ ഇടമുറിയാതെയുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ കിട്ടുന്ന ജ്ഞാനം നമുക്ക് ആധികാരികമായി എടുക്കാവുന്നതാണ്. അത് സുഖദേവ ഗോസ്വാമിയിൽ നിന്നും കേൾക്കുന്നത് പോലെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിയായ സ്രോതസ്സിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളെ വളരെ ബിസി ഷെഡ്യൂളിൽ നമ്മുടെ 24 മണിക്കൂറിന്റെ ഇടയിൽ നമ്മളും നിർബന്ധപൂർവം 1-2 മണിക്കൂർ ചെവിവെച്ച് ശരിയായ സ്രോതസ്സിൽ നിന്ന് കേൾക്കാനുള്ള സമയം കിട്ടുന്ന രീതിയിൽ നമ്മുടെ വളരെ ബിസി ഷെഡ്യൂൾ ചെയ്യേണ്ടതാണ്. അതാണ് അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. അല്ലാതെ കേൾക്കണം കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾക്കാൻ പറ്റുമോ? കഴിക്കണം എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ കഴിക്കുന്നും കൂടെ ഉണ്ടല്ലോ, കഴിക്കാതിരിക്കുന്നുണ്ടോ? കഴിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റാ കഴിക്കുന്നുണ്ട്. എന്നാൽ കേൾക്കണം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല. അപ്പോ കേൾക്കാൻ ഒരു സമയം ഫിക്സ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ശ്രീല പ്രഭുപാദർ ലോകം മുഴുവനും ഇസ്കോണിന്റെ സ്റ്റാൻഡേർഡ് ടൈം കേൾക്കാൻ ശ്രീമദ് ഭാഗവതത്തിന് വേണ്ടി എന്ന് 8 മണി സമയം ഫിക്സ് ചെയ്തിരിക്കുന്നത്. രാവിലെ 8 AM ഫോർ ശ്രീമദ് ഭാഗവതം ക്ലാസ് എന്നാണ് ശ്രീല പ്രഭുപാദർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആരാണോ ശ്രീല പ്രഭുപാദറിന്റെ ഈ ഷെഡ്യൂളിൽ ഉൾപ്പെട്ട് നമ്മുടെ ജീവിതത്തിലെ ചിട്ടാവട്ടങ്ങൾ ക്രമീകരിക്കാൻ തയ്യാറാവുന്നത് അവർക്ക് ശ്രീമദ് ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യമുണ്ടാകും. അല്ല എങ്കിൽ നമ്മുടെ ബിസി ഷെഡ്യൂളിൽ ഒരിക്കലും നമുക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, നമുക്ക് ശ്രീല പ്രഭുപാദന്റെ കാരുണ്യത്തിന് വേണ്ടിയും കൃഷ്ണന്റെ കാരുണ്യത്തിന് വേണ്ടിയും ശ്രീ വ്യാസദേവന്റെയും അതേപോലെ സുഖദേവ ഗോസ്വാമിയുടെ കാരുണ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീമദ് ഭാഗവതം നമുക്ക് എന്നും കേൾക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് കിട്ടട്ടെ. നമ്മൾ കേട്ടുകൊണ്ടേയിരുന്നാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് നമ്മളുടെ ലൈഫിൽ വരിക തന്നെ ചെയ്യും. അപ്പോ അതിനുവേണ്ടി ഭഗവാന്റെ കൃപയാൽ ശ്രീ രാധാ നീലമാ സത്സംഗ് ശ്രീല പ്രഭുപാദറിനെ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് എല്ലാ ദിവസവും 8 മണിക്ക് ശ്രീമദ് ഭാഗവതത്തിന് വേണ്ടി ഒരുമിച്ച് കൂടാം എന്ന് ഭക്തന്മാർ തീരുമാനിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 1-2 മാസം കൊണ്ട് ഭഗവാന്റെ കൃപയാൽ ഒരു ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഭാഗവതത്തിന് ഭക്തന്മാരെല്ലാവരും ഒരുമിച്ച് വരുന്നുണ്ട്. ഇന്നത്തെ മോഡേൺ ടെക്നോളജി ആയ ഓൺലൈൻ സൂം ക്ലാസ് അടക്കമുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബിസി ഷെഡ്യൂളിൽ എല്ലാവർക്കും നേരിട്ട് ടെമ്പിളിൽ വരാൻ പറ്റില്ല എങ്കിൽ കൂടി നിങ്ങൾ എവിടെയുണ്ടോ, നമ്മൾ എവിടെയുണ്ടോ അവിടെ ഇരുന്ന് ശ്രീമദ് ഭാഗവതം കേൾക്കാൻ ഓൺലൈനായിട്ട് ശ്രീ രാധാ നീലമാ സത്സംഗം നടത്തുന്ന ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ ഗുണം നിങ്ങൾ ഓരോരുത്തരും പറയേണ്ടതാണ് എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം രാവിലെ വരാത്ത ഭക്തന്മാർക്കും രാവിലെയും വരാൻ പറ്റുന്ന വൈകുന്നേരവും വരാൻ പറ്റുന്ന ഭക്തന്മാർക്ക് വൈകുന്നേരം ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ ക്ലാസ് 5 മുതൽ 5:45 വരെയുള്ള സമയത്ത് ശ്രീ രാധാ നീലമാ സത്സംഗം ഓർഗനൈസ് ചെയ്യുന്നുള്ള സന്തോഷ വാർത്തയും കൂടെ പറഞ്ഞുകൊണ്ട് സുഖദേവ ഗോസ്വാമിയിൽ നിന്നും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കും കേൾക്കാൻ പറ്റട്ടെ. ഈ ലോകത്ത് എവിടെ ഇരുന്നാലും ഈ ഓൺലൈൻ ക്ലാസ്സും നേരിട്ടുള്ള ക്ലാസ്സും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ക്ലാസ് നമ്മൾ തൽക്കാലം നിർത്തുന്നു. ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ദയവായി ചോദിച്ചാലും എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ ദയവായി പറഞ്ഞു. താങ്ക് യു. ഹരേ കൃഷ്ണ. ശിക്ഷാഷ്ടകം പ്രഭു ഒരു കമന്റ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ വായിക്കാം. ശ്രീമദ് ഭാഗവതം ഈസ് ദ ഈസിയസ്റ്റ് വേ ഓഫ് ഡയറക്ട്ലി അപ്രോച്ചിങ് കൃഷ്ണ. ശ്രീമദ് ഭാഗവതം 10, 12, 7 മുതൽ 11 വരെയുള്ള ശ്ലോകത്തിന്റെ പർപ്പട്ടിൽ പറയുന്നു. അതായത് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും ഡയറക്റ്റ് ആയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ ആശ്രയിക്കാവുന്ന വഴിയാണ്. ഭാഗവതത്തിലൂടെ നേരിട്ട് കൃഷ്ണനുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം എന്ന് ശ്രീമദ് ഭാഗവതത്തിലെ 10-ാമത്തെ സ്കന്ധത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 7 മുതൽ 11 വരെയുള്ള ശ്ലോകത്തിൽ പറയുന്നുണ്ടെന്ന് പ്രിയപ്പെട്ട ഹിസ് ഗ്രേസ് ശിക്ഷാഷ്ടകം കൃഷ്ണദാസ് പ്രഭു കമന്റിൽ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു പ്രഭു. ശിക്ഷാഷ്ടകം പ്രഭുവിന്റെ ഇഷ്ടം പോലെ ഇതേപോലത്തെ കുറെ മെറ്റീരിയൽസ് ഉണ്ട്. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ശ്രീമദ് ഭാഗവതം പഠിക്കുന്ന ഒരു നല്ലൊരു ഭക്തൻ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത കീ ജയ്. നമുക്ക് ശ്രീ രാധാ നീലമ സത്സംഗത്തിലെ ഭഗവാൻ ശ്രീ ജഗന്നാഥ് ബലദേവ് സുഭദ്രാമയ്യയുടെ ദർശനമെടുക്കാം.
श्री श्री जगन्नाथ बलदेव जय श्री जगन्नाथ जय दर्शन चक्रम की जय श्री सुभद्रा देवी की जय श्री बलराम की जय बलदेव की जय श्री श्री गौर जी की जय नरसिंह भगवान की जय श्री पंडित की जय तुलसी जय श्री श्री शंकर स्वामी श्री ब्रह्मा मंदिर श्रीराम ब्रह्मा Srila Prabhupada ki jai. Seven of the six all well Srila Prabhupada.